ബഹുമാനപ്പെട്ട MP ജോൺ ബ്രിട്ടാസ് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് കാണിച്ചത്. അതിനുശേഷം കനിമൊഴി സൗത്ത് ഇന്ത്യക്ക് വേണ്ടി എന്താണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വേറെന്തോ ഒരു സാധനം കാണിച്ചു. ശരിക്കും ഇങ്ങേര് തൃശ്ശൂരിനൊരു ബാധ്യതയായി മാറിയോ എന്ന ചർച്ച തൃശ്ശൂരിൽ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. അമിതമായ ആത്മവിശ്വാസം ഇപ്രാവശ്യം BJPക്ക് തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിലെ പല നേതാക്കളും തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ അട്ടിമറികൾ നടക്കും, BJPയുടെ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരു വാർത്ത കാണിക്കാം, മാതൃഭൂമിയിൽ വന്നതാണ്. 4 ഇരട്ടി സീറ്റ് വർദ്ധിപ്പിച്ച് BJP ഭരണം പിടിക്കും, കോൺഗ്രസ് വട്ടപൂജ്യമാകും, ഗോപാലകൃഷ്ണൻ്റെ പ്രവചനം പാളി. അതായത് സുരേഷ് ഗോപി ഓരോരോ കലങ്കുകളിൽ വന്നിരിക്കുന്നു, സുരേഷ് ഗോപി ഓരോരോ ജനങ്ങളെ വിളിക്കുന്നു, സുരേഷ് ഗോപി ഓരോരോ വാക്കുകൾ പറയുന്നു, ഇതൊക്കെ ഓരോരോ വോട്ടുകളായി കൂടും എന്നാണ് BJPയുടെ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അമിതമായി ആത്മവിശ്വസിച്ചിരുന്നത്.